ഈ കുട്ടി ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല, അറിയുമോ നിനക്ക് എന്ന് ചോദിക്കുക. അതിന് എന്നെ കാത്തിരിക്കാൻ ഇവളോട് ഞാൻ പറഞ്ഞു, ഇവളെന്തിനാ പെട്ടെന്ന് ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് അച്ഛമ്മ പറയുവേ, ഇവള് ഇത്രയും നേരം നിന്നെ കാത്തിരുന്നതിനായോ ഇപ്പോൾ കുറ്റം എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പം നമ്മുടെ വേദ വിക്രത്തിനകത്ത് ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ. എന്നിട്ട് അച്ഛമ്മ പിന്നെ ഇനിയും നിന്ന് സമയം കളയാതെ വന്ന് വാ കഴിക്ക് വല്ലതും എന്നിങ്ങനെ പറഞ്ഞ് വാന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കിനും പിന്നെ വേദ ചാടി ഇറങ്ങിയിട്ട് വിക്രമൻ ചേട്ടൻ വരൂ, വാ നമുക്ക് കഴിക്കാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും എടിയെന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങുവേ. അപ്പോഴത്തേക്കിനും വേണ്ട, അച്ഛമ്മ സുധാകരൻ കിടന്നോന്ന് ചോദിക്കുക. കിടന്നോന്ന് പറയേ. എന്നിട്ട് രണ്ടുപേരും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും നീ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പെന്ന് പറയുവേ. ശരി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ഉള്ളിലോട്ട് പോകും കേട്ടോ. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് ചെയർ ഇങ്ങോട്ടേക്ക് വലിക്കും കേട്ടോ വിക്രമൻ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുവേ, നീ ഇന്ന് താഴെ ഇരുന്ന് താഴെ അവിടെ പോയിരിക്കുക, നീ ഇന്ന് താഴെ ഇരുന്നു ചോറുണ്ടാൽ മതി എന്ന് പറയുവേ. എന്നിട്ട് അതെന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമൻ പോയി താഴെ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പിന്നെ വേദയും നോക്കിയിട്ട് പറയും, മോളിതാ അവൻ്റെ അടുത്ത് പോയിരിക്കുക ഇങ്ങനെ. അതിപ്പോൾ വേണോ, വിക്രമൻ ചേട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയേ. കല്യാണമോ കാണാൻ പറ്റിയില്ല, ഇതെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് പറയുവാണ്. വേദ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ വിക്രമൻ ചേട്ടൻ കഴിച്ചിട്ട് കഴിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, നീ അത്ര കുലസ്ത്രീ ഒന്നും ആവണ്ട, നീ അവിടെ ഇരിക്കി. എന്നിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇരിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് ഇരുത്തും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ ചെന്നിരിക്കുമ്പോഴത്തേക്കിനും വിക്രമൻ്റെ ദേഹത്തൊക്കെ ഒന്ന് മുട്ടുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കിനും വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും വിക്രം ഇത്തിരി ദൂരത്തോട്ട് അകന്ന് മാറിയിരിക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയും, വേദേ നീ അങ്ങോട്ടേക്ക് അടുത്ത് ചേർന്നിരിക്കുക, രണ്ടാളും ചേർന്നിരിക്കുക എന്ന് പറയും. അപ്പം നമ്മുടെ വിക്രം ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി എങ്ങോട്ട് ചേരാമെന്ന് ചോദിക്കുക. അപ്പം വീണ്ടും വേദ ഇങ്ങനെ അടുത്തോട്ട് നീങ്ങിയിരിക്കുമ്പോഴത്തേക്കും വീണ്ടും ദേഹത്ത് മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണ് അവളൊന്ന് ദേഹത്ത് മുട്ടിയപ്പോഴത്തേക്കിനും ഇത്രയ്ക്ക് ഇത് എന്നിങ്ങനെ ചോദിക്കുവാണേ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ വിക്രം ഇങ്ങനെ അച്ഛമ്മയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ രണ്ടാളും. ഇനി വിളമ്പ് കമല എന്ന് പറയുക. അപ്പോഴത്തേക്കിനും വാഴയിലേക്ക് ഇട്ടിട്ട് ചോറൊക്കെ ഇടും, പിന്നെ കറിയിടും, ചാറിടും. അങ്ങനെ കമലമ്മ ഇങ്ങനെ ഓടി നടന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുക കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് ഇനി രണ്ടാളും കഴിക്കാൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും വേദ പെട്ടെന്ന് വാരി കഴിക്കുവേ. അപ്പോൾ അവനും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വിക്രം. എന്നിട്ട് മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഈശ്വര ഇനി ഇവക്ക് വാരി കൊടുക്കാനെങ്ങാനും മുത്തശ്ശി പറയുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയേ, ഇനി രണ്ടാളും വാരി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നോക്കും കേട്ടോ. എന്നിട്ട് അന്നേരത്തേക്കിനും വിക്രം തന്നെ പറയേ, അവൾ വേറൊരാളെ എച്ചിലാക്കിയത് കഴിക്കാറില്ലെന്ന് ഇങ്ങനെ പറയേ. അപ്പോഴത്തേക്കിന് ആണോ മോളെ ചോദിക്കുക. ആന്ന് പറയടി എന്നിങ്ങനെ വിക്രം ഇങ്ങനെ ചെറുതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയും, എന്ന് പറയേ. എന്നാൽ ശരി, എന്നാൽ വേഗം കഴിക്കുക എന്ന് പറയുവേ.